നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകൾ കണ്ട് നമ്മൾ പഠിച്ച ചില മണ്ടത്തരങ്ങളെ പറ്റിയാണ്. ഇതിനു മുമ്പ് നമ്മൾ പല പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിലാക്കിയത് പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, സിനിമയിൽ ആരോ ഒന്ന് നമ്മുടെ തലക്കടിച്ചപ്പോൾ നമ്മുടെ ഓർമ്മ പോയി, വീണ്ടും തലക്കടിച്ചു കഴിഞ്ഞാൽ ഓർമ്മ തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. പല സിനിമകളിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ആരെങ്കിലും തലക്കടിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് സംഭവിച്ച ഇഞ്ചുറി അനുസരിച്ചിരിക്കും പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ. ചില സമയങ്ങളിൽ ബോധം പോവും. വലിയൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ബോധം എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ഓർമ്മയുണ്ടാവും. ചില സമയത്ത് വലിയൊരു വേദന മാത്രമായിരിക്കും. എല്ലാം ഇഞ്ചുറി ഡിപ്പെൻഡ് ചെയ്താണ്. ചില സമയങ്ങളിൽ മരണം വരെ സംഭവിക്കാം. ചില കേസുകളിൽ ട്രോമാറ്റിക് അമ്നേഷ്യ സംഭവിക്കും. അതായത് എല്ലാ സംഭവവും നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷേ തലയ്ക്ക് ആ ഇഞ്ചുറി സംഭവിച്ച അടി കൊണ്ട സംഭവം നമുക്ക് ഓർമ്മയില്ല. തലയ്ക്ക് അടി കൊള്ളുക എന്നത് ഒരു നെഗറ്റീവായ ഭയപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ അറിയാതെ ആ ഒരു മെമ്മറിയെ മറന്നു കളയും. നമുക്കൊരിക്കലും എല്ലാം ഓർമ്മയുണ്ടെങ്കിലും ആ ഒരു ടെറർ മെമ്മറി മാത്രം ഓർമ്മയുണ്ടാവില്ല. ആ ഒരു സംഭവമാണ് ട്രോമാറ്റിക് അമ്നേഷ്യ. അടുത്തൊരു സംഭവമാണ് റിട്രോഗ്രേഡ് അമ്നേഷ്യ. അതായത് അപകടം സംഭവിക്കുന്നതിന് മുന്നേ ഉള്ള എല്ലാ സംഭവങ്ങളും ആള് മറന്നുപോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് പതുക്കെ ഈ മെമ്മറീസ് തിരിച്ചു വരുന്ന അവസ്ഥ. എന്നാൽ വലിയൊരു ഇഞ്ചുറി ആണെങ്കിൽ പെർമനന്റ് ആയി ആ മെമ്മറീസ് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഹിപ്പോ ക്യാമ്പസ് പോലുള്ള വലിയ ഭാഗത്താണ് ഇഞ്ചുറി സംഭവിച്ചതെങ്കിൽ ലോങ് ടൈം മെമ്മറി ലോസ് ഉണ്ടാവും. ഒരുപാട് നാളുകൾക്ക് ശേഷമേ മെമ്മറി തിരിച്ചു കിട്ടുകയുള്ളൂ. അല്ലാത്തപ്പോൾ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മെമ്മറീസ് തിരിച്ചു ലോഡാവും. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ ന്യൂറോണൽ നെറ്റ്വർക്ക്സ് പോകുന്നുണ്ട്. അത് ഡാമേജ് ആകുമ്പോഴാണ് നമുക്ക് ഈ മെമ്മറി ലോസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഓൾറെഡി ഡാമേജ് ആയി പിന്നെയും തലക്കടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് കൂടുകയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ടാൽ മതി. അടുത്തതാണ് ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യ. റിട്രോഗ്രേഡ് നമ്മൾ പറഞ്ഞു, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറന്നുപോയി. ആൻഡ്രോഗ്രേഡിൽ ചില സമയങ്ങളിൽ കഴിഞ്ഞതെല്ലാം ഓർമ്മയുണ്ടാവും, എന്നാൽ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മറന്നുപോകും. നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല്, അങ്ങനെയുള്ള സ്കില്ലുകൾ, പാസ്റ്റ് ലൈഫെല്ലാം ഓർമ്മയുണ്ടാവും. എന്നാൽ നിലവിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു 30 മിനിറ്റ് മറക്കാം, 10 മിനിറ്റ് മറക്കാം. ഇതിന്റെ ഏറ്റവും കൂടിയതാണ് ഗജനി സിനിമയിലെ സൂര്യക്കുള്ളത്. അതായത് ബ്രെയിൻ പെർമനന്റ് ആയി സ്റ്റോർ ചെയ്യുന്നില്ല, ഷോർട്ട് ടൈമിൽ മറന്നു പോകുന്നു. അടുത്തൊരു സംഭവമാണ് പല സിനിമകളിലും കോമയിലിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ തിരിച്ച് റീകവറായി വരുന്നത്. ഇത് ഒറിജിനൽ സംഭവം തന്നെയാണ്. ഈ കോമയിൽ കിടക്കുന്ന ആളുകൾ പലരും കരുതിയിരിക്കുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള അതേ ഫീലിംഗ് ആണ് കോമയിൽ കിടക്കുന്ന ആളുകൾക്കുമെന്നാണ്. കോമ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ഇതിന്റെ അർത്ഥവും ഡീപ്പ് സ്ലീപ്പ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഫീലിംഗ് അല്ല അത്. നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കും പുറത്തു നടക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു സംഭവത്തിനോട് ഇവരുടെ ബോഡി അറിയാതെ പ്രതികരിച്ചാൽ സിഗ്നലുകൾ തിരിച്ചു ബ്രെയിനിൽ ആക്ടിവേറ്റ് ആയി ഇവർ കോമയിൽ നിന്ന് തിരിച്ചു വരും. ഡോക്ടർമാർ ഇതിനു വേണ്ടി പല ടെസ്റ്റുകളും നടത്താറുണ്ട്. വേർഡ്സ് വെച്ച് ചില ടെസ്റ്റ് ഉണ്ട്. അതായത് ഡോക്ടർമാർ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വേർഡുകൾ അത് ഫ്രണ്ടിൽ നിന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ പേരായിരിക്കാം, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വാക്കായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വേർഡുകളും റിലേറ്റീവ്സിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് ആ വേർഡുകൾ ഓരോന്നായി പറഞ്ഞു നോക്കും. ഇതെല്ലാം ഇവർ ഏതെങ്കിലും ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ ബഗ്സ് ബണ്ണി എന്ന ഡിസ്നി കാർട്ടൂണിന്റെ ഈ ഒരു ക്യാരക്ടറിന് ശബ്ദം നൽകിയ വ്യക്തിയായിരുന്നു മെൽ ബ്ലാങ്ക്. 1961 ഇദ്ദേഹത്തിന് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. ഇദ്ദേഹം കോമയിലേക്ക് പോയി. പക്ഷെ 2 ആഴ്ചക്കുള്ളിൽ ഇദ്ദേഹത്തെ ഡോക്ടർമാർ തിരിച്ചു കൊണ്ടുവന്നു. ആദ്യം ഡോക്ടർമാർ വേർഡുകൾ വെച്ചുള്ള ടെസ്റ്റുകൾ നടത്തി. അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു നോക്കി, മകന്റെ പേര്, പേരൻസിന്റെ പേര്, പല വാക്കുകൾ പറഞ്ഞു. ഒന്നും വർക്കൗട്ട് ആയില്ല. യൂസ് ചെയ്ത വാക്കുകൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ബുക്ക് നോക്കിയാൽ ഈ വേർഡ്സ് ഒന്നും വർക്കൗട്ട് ആയില്ല എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവും. ആ വേർഡ്സ് പിന്നീട് ഇവർ വീണ്ടും യൂസ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് വേർഡുകൾ നോട്ട് ചെയ്തു. ഒന്നിനോടും മെൽ ബ്ലാങ്ക് പ്രതികരിച്ചില്ല. മക്കള് വന്ന് വിളിച്ചു നോക്കി, റിലേറ്റീവ്സ് വന്ന് വിളിച്ചു നോക്കി, ഭാര്യ വന്നു, ഒന്നും വർക്കൗട്ട് ആയില്ല. ആരുടെ ശബ്ദത്തോടും ഇദ്ദേഹത്തിന്റെ ബോഡി പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഡോക്ടർമാർ പുതിയതെന്തെങ്കിലും ട്രൈ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. ഒരു ഡോക്ടർ ഇദ്ദേഹം ശബ്ദം നൽകുന്ന ബഗ്സ് ബണ്ണി ക്യാരക്ടറിന്റെ ഐക്കോണിക് ഡയലോഗ് ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ബഗ്സ് ബണ്ണി, ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിക്കുമ്പോൾ
വാട്സാപ്പ് ഡോക്ക് എന്ന് ബഗ്സ് ബണ്ണി തിരിച്ചു ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. What's up, Doc? What's up, Doc? What's up, Doc? ഇദ്ദേഹമാണ് അതിന് ശബ്ദം നൽകിയത്. വളരെ ഫേമസ് ആയ ഒരു ലൈനാണ്. ഡോക്ടർ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന് ഇദ്ദേഹത്തിന്റെ പേര് വിളിക്കാതെ ബഗ്സ് ബണ്ണി വാട്ട് ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ബോഡി ഓട്ടോമാറ്റിക്കായി ആ ഒരു വേർഡിനോട് പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ ഐക്കോണിക് ഡയലോഗായ വാട്സാപ്പ് ഡോക്ക് എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തു. ബഗ്സ് ബണ്ണി മൂലം അങ്ങനെ അദ്ദേഹം കോമയിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഡോക്ടർമാർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കോമയിൽ കിടക്കുന്ന ആളെ മെന്റലി ആൻഡ് ഫിസിക്കലി ചെറുതായി വേദനിപ്പിക്കുക എന്നത്. അതായത് ചന്ദ്രലേഖ എന്ന സിനിമയിൽ ഇതുപോലൊരു സീനുണ്ട്. കോമയിൽ കിടക്കുന്ന ചന്ദ്ര എന്ന ക്യാരക്ടറിന് അച്ഛനെ കുറ്റം പറയുന്ന ഒരു സീൻ. ഇത് പറയുന്നത് പക്ഷേ ഡോക്ടർ അല്ല, മോഹൻലാലിന്റെ ക്യാരക്ടറാണ്. ഈ ഒരു സംഭവമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിനോട് നമ്മുടെ ബോഡി അറിയാതെ റിയാക്ട് ചെയ്യും. മറ്റൊരു ടെസ്റ്റാണ് പട്ടിണിക്കിട്ട് നോക്കൽ. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായ ഒരു നീഡ്സിലൊന്നാണ്. ചിലപ്പോൾ നമ്മുടെ ബോഡി ഇതിനോട് ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും. തലയ്ക്ക് പറ്റിയ പരിക്ക് തലച്ചോറിന് ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്യാനെടുക്കുന്ന ഈ ഒരു ടൈം പീരീഡിനെയാണ് കോമ എന്നും പറയാറുണ്ട്. മെഡിക്കൽ മിറാക്കിൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു മേഖലയാണ് കോമ. ചില ആളുകൾ പെട്ടെന്ന് റീകവർ ആവും, ചില ആളുകൾ വർഷങ്ങൾ കൊണ്ട് റീകവർ ആവും, ചില റയർ കേസുകളിൽ റീകവർ ആവാത്ത സാഹചര്യവുമുണ്ട്. 42 വർഷത്തിന് ശേഷം റീകവർ ആയ വ്യക്തിയാണ് എഡ്വാർഡ് ഓബറ. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം കോമയിൽ കിടന്ന വ്യക്തി. 42 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. ഇനി മറ്റൊരു കാര്യമാണ്, നിങ്ങൾ പല സിനിമകളിലും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ 20% ബ്രെയിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നും നമ്മൾ മുഴുവനായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചില സ്പെഷ്യൽ പവേഴ്സ് കിട്ടും എന്നെല്ലാമാണ് പറയുന്നത്. 2014 ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് ലൂസി എന്ന ഒരു സിനിമ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലെ ഹീറോയിൻ നമ്മുടെ സ്കാർലെറ്റ് ജോൺസനാണ്. ഹീറോയിന്റെ ഉള്ളിലേക്ക് അറിയാതെ ഒരു ഡ്രഗ് ചെല്ലുന്നു. ശേഷം നായികയ്ക്ക് നല്ല സൂപ്പർ പവേഴ്സ് എല്ലാം കിട്ടും. യഥാർത്ഥത്തിൽ മനുഷ്യർ 20% ബുദ്ധി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ട്രാഫിക് സിഗ്നൽ പോലെയാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ ഫുൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെയിന്റെ സെറിബെല്ലം എന്ന പാർട്ട് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നു. ബ്രോക്കസ് ഏരിയ നമ്മുടെ ബ്രീത്തിങ്, ബ്ലഡ് പ്രഷർ തുടങ്ങി അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. മെഡുല്ല നമ്മുടെ സ്പീച്ച് പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യാൻ തന്നെ ബ്രെയിന്റെ ഓരോ പാർട്ടും അതിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും യൂസ് ചെയ്യുന്നുണ്ട്.